ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ടെക്സ്റ്റിലെ ആദ്യ യൂണിറ്റാണ് റസിൽ ഓഫ് വിങ്സ്. റസിൽ ഓഫ് വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകളുടെ മുഴക്കം. ഇവിടെ തോമസ് ആൽവ എഡിസന്റെ ഒരു വാചകം തന്നിട്ടുണ്ട്. തോമസ് ആൽവ എഡിസനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അമേരിക്കക്കാരനായിരുന്നു. അതുപോലെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇലക്ട്രിക് ബൾബ്, മോഷൻ പിക്ചർ ക്യാമറ, അങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന കോട്ടിംഗ് ഇതാണ്: ഇഫ് വി ഡിഡ് ഓൾ ദി തിങ്സ് വി ആർ കേപ്പബിൾ ഓഫ്, വി ഷുഡ് ലിറ്ററലി അസ്റ്റൗണ്ട് അവേഴ്സെൽഫ്. അസ്റ്റൗണ്ട് എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുക. അതായത് നമുക്ക് കഴിവുള്ള അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ അത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തും. നമുക്ക് ധാരാളം കഴിവുകളുണ്ട്. അപ്പം നമ്മൾ എല്ലാ കഴിവുകളും ചിലപ്പോൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ എല്ലാ കഴിവുകളും തിരിച്ചറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ അത് നമ്മളെ അമ്പരപ്പിക്കും എന്നാണ് ഈ വാചകത്തിൻ്റെ മീനിങ്. ഇനി നമുക്ക് ഡോർവേയിലേക്ക് പോവാം. റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിച്ചു നോക്കൂ. ഡോമിനേറ്റിംഗ് പെർഫോമൻസ്. കുറേയേറെ വനിതാ ക്രിക്കറ്റുകാർ ഇന്ത്യൻ ഫ്ലാഗും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം ആ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവർ വിജയിച്ച് നിൽക്കുകയാണ് എന്ന്. അപ്പം ഡോമിനേറ്റിംഗ് പെർഫോമൻസ്, വളരെ ആധിപത്യത്തോടെ, അതായത് കളിയിൽ വളരെ ആധിപത്യത്തോടെ അവർ ജയിച്ചു. ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് a dominating performance against England to triumph in the first ever ICC Under-19 Women's T20 World Cup. New Delhi, India dominated England in the first ever ICC Under-19 Women's T20 World Cup final. They bowled exceptionally well, reducing England to a low score of 68 runs. India chased down the target easily with 7 wickets in hand and 6 overs to spare. അപ്പോൾ ഇന്ത്യ ആദ്യത്തെ ICC Under-19 വുമൻസ് T20 വേൾഡ് കപ്പിൽ വിജയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വനിതാ ടീം. അപ്പം ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു അത്. ഇവർ വളരെ നന്നായിട്ട് കളിച്ചു. അപ്പം ഇന്ത്യ 6 ഓവേഴ്സ് 7 വിക്കറ്റ്സും അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവർ വിജയിച്ചു. ഇനി ഇന്ത്യ ഡോമിനേറ്റഡ് ഇംഗ്ലണ്ട് ഇൻ ദി ഫസ്റ്റ് എവർ ICC Under-19 വിമൻസ് T20 വേൾഡ് കപ്പ് ഫൈനൽ 2023. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു വിൻ എ മാച്ച്? നിങ്ങളോട് അതിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മൾ ക്രിക്കറ്റ് കളിയിൽ വിജയിക്കാൻ ആവശ്യമായത്? ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ടു വിൻ എ മാച്ച്, ഒരു കളിയിൽ ജയിക്കാനായിട്ട് ഏതാണ് ഏറ്റവും ആവശ്യം? ലീഡർഷിപ്പ്, കോൺഫിഡൻസ്, കൊളാബറേഷൻ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ലീഡർഷിപ്പ് എന്താ? നമുക്ക് നയിക്കാനുള്ള ഒരു കഴിവ്. കോൺഫിഡൻസ് ഉണ്ടാവണം, ആത്മവിശ്വാസം ഉണ്ടാവണം, അതുപോലെ ഒത്തൊരുമിച്ച് കളിക്കാനുള്ള ഒരു ഇതുണ്ടാവണം, കൊളാബറേഷൻ. സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അതായത് എല്ലാം അതൊരു കളിയുടെ ഭാഗമായിട്ട് അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം കാണാനുള്ള ഒരു മനസ്സുണ്ടാവണം. അപ്പം ഓരോരുത്തരുടെയും ഉത്തരം വേരി ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും അനുയോജ്യം ഒരു കളി ജയിക്കാൻ എന്ന് തോന്നുന്നത്? ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് ഓർ സിമിലർ സ്പോർട്സ് ഇവൻറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂളിലെ ക്രിക്കറ്റ് കളിയിലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ഓർ എക്സ്പീരിയൻസ്? അങ്ങനെയുള്ളത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കൂളിൽ കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിനടുത്ത് കൂട്ടുകാരോട് കൂടി കളിച്ചിട്ടുണ്ടാവും. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. രഞ്ജീസ് മാജിക് ബാറ്റ്. രഞ്ജിയുടെ മാജിക് ബാറ്റ്. അപ്പം ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ആദ്യം നമുക്ക് റസ്കിൻ ബോണ്ടിനെ പറ്റി ഒന്ന് നോക്കാം. റസ്കിൻ ബോണ്ട് ഇസ് എ ഫേമസ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ who has published a number of novels and collection of short stories, most of them for children. അപ്പം റസ്കിൻ ബോണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ്, അതായത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഒരു പ്രശസ്തനായ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. He has been honored with the Padma Shri and Padma Bhushan awards for the contributions to literature. അദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണും ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുണ്ട്, സാഹിത്യത്തിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് മടങ്ങാം.
Ranji's magic bat. രഞ്ജിയുടെ അത്ഭുതകരമായ ബാറ്റ്. The score stood at 53 for 4 wickets. Another 60 runs had to be made for victory. രഞ്ജി വാസ് അറ്റ് ദി ക്രീസ്. അപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി രഞ്ജി എന്ന ഒരു കുട്ടിയെ പറ്റിയാണ് ഈ പറയുന്നത്. രഞ്ജി ക്രീസിൽ മത്സരിക്കാനായിട്ട് നിൽക്കുന്നു. അവരുടെ മാച്ചിൻ്റെ സ്കോർ 53 ആണ്. 53 റൺസായി, 4 വിക്കറ്റ്സ് പോയി. ഇനി ഒരു 60 റൺസും കൂടി അവർ എടുത്താൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വിക്ടറി എന്ന് പറഞ്ഞാൽ വിജയം. രഞ്ജി വാസ് അറ്റ് ദി ക്രീസ്. അപ്പോൾ ഇനി അവിടെ നിൽക്കുന്നത് രഞ്ജിയാണ്. ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്മാൻ ഇൻ ദി ബാറ്റിംഗ് ഓർഡർ. ബാറ്റിംഗ് ഓർഡറിൽ ലാസ്റ്റ് ഇനി ബാറ്റ് ചെയ്യാനുള്ളത് രഞ്ജിയാണ്. ദ റെസ്റ്റ് വെയർ ബൗളേഴ്സ്. ബാക്കി എല്ലാവരും, അവരുടെ ടീമിലെ ബാക്കി എല്ലാവരും ബൗളേഴ്സാണ്. ബാറ്റിങ്ങിൻ്റെ ആ ഒരു ലിസ്റ്റ് കഴിഞ്ഞതിൽ ഇനി രഞ്ജിയും കൂടിയേ ബാക്കിയുള്ളൂ. ദേ കുഡിൻ ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. ബൗളേഴ്സിന് ഒത്തിരി റൗണ്ട്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദ ഫേറ്റ് ഓഫ് ഹിസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. ഫേറ്റ് എന്ന് പറഞ്ഞാൽ വിധി. ആ ടീമിൻ്റെ വിധി രഞ്ജിയുടെ കൈകളിലാണ്. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം. രഞ്ജിയുടെ ടീമിന് രഞ്ജിയിൽ വലിയ വിശ്വാസമുണ്ട്. ഫെയ്ത്ത്, വിശ്വാസം. ഫോർ ഹി ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ചസ്. ധാരാളം സ്കോർ രഞ്ജി കളികളിൽ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് രഞ്ജിയിൽ അവർക്ക് വലിയ വിശ്വാസം ഉണ്ട്. രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ്. രഞ്ജി കളിക്കാനായിട്ടുള്ള അതെല്ലാം ഇട്ട് റെഡിയായി നിന്നു. ദ ടോൾ ഫാസ്റ്റ് ബൗളർ came down on his long run up and hurled the ball at രഞ്ജി സ്റ്റംപ്സ്. രഞ്ജി കളിക്കാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ വളരെ പൊക്കമുള്ള ടോൾ ഫാസ്റ്റ് ബൗളർ, വളരെ സ്പീഡിൽ ബോൾ ചെയ്യുന്ന ആ ഒരു ബൗളർ രഞ്ജിയുടെ അടുത്തേക്ക് വന്നു. ഹേൾഡ് എന്ന് പറഞ്ഞാൽ ത്രോയിങ് ഫോഴ്സ്ഫുള്ളി, അതായത് വളരെ ശക്തിയിൽ ബോൾ എറിഞ്ഞു, വളരെ ശക്തി. ഹേൾഡ് ദ ബോൾ അറ്റ് രഞ്ജി സ്റ്റംപ്. രഞ്ജിയുടെ സ്റ്റമ്പിന് നേരെ ആ ബൗളർ വളരെ ശക്തിയിൽ ക്രിക്കറ്റ് ബോൾ എറിഞ്ഞു. രഞ്ജി വാസ് ഗോയിങ് ടു ലഞ്ച് ഫോർവേഡ്. ലഞ്ച് ഫോർവേഡ് മീൻസ് ലീൻ ഫോർവേഡ്, മുന്നോട്ട് കുനിഞ്ഞു. രഞ്ജി വാസ് ഗോയിങ് ടു ലഞ്ച് ഫോർവേഡ് ആൻഡ് പ്ലേ ദ ബോൾ ബാക്ക് ടു ദി ബൗളർ. രഞ്ജി മുന്നോട്ടൊന്ന് കുനിഞ്ഞിട്ട് ആ ബോള് ബൗളറുടെ അടുത്തേക്ക് തന്നെ പായിക്കാൻ തുടങ്ങി. ബട്ട് അറ്റ് ലാസ്റ്റ് അവസാന നിമിഷത്തിൽ he changed his mind and stepped back, intending to push the ball through the ring of fielders on the offside. ലാസ്റ്റ് നിമിഷത്തിൽ രഞ്ജി തൻ്റെ മനസ്സ് മാറ്റി ഒന്ന് പുറകേക്ക് മാറി. അതിനുശേഷം ആ ബോള് ഫീൽഡേഴ്സിൻ്റെ ഓഫ് സൈഡിൽ ഫീൽഡർമാരുടെ ഒരു വളയമുണ്ട്, ആ സൈഡിലൂടെ പായിക്കാനായിട്ട് തീരുമാനിച്ചു. ദ ബോൾ സ്വങ് ഇൻ ദി എയർ. ആ ബോള് ആകാശത്തിൽ ഇങ്ങനെ നിന്നു. ഷോട്ട് ഓഫ് ദ ഗ്രാസ് ആൻഡ് കെയിം ത്രൂ ഷാർപ്ലി ടു സ്ട്രൈക്ക് രഞ്ജി ഓൺ ഹിസ് പാഡ്. കുറച്ചു സമയം അത് അടിക്കളിച്ചതിനു ശേഷം അത് പുല്ലിലേക്ക് വീണു. ആ പന്ത് പുല്ലിലേക്ക് വീണിട്ട് നേരെ രഞ്ജിയുടെ കാലിൽ കെട്ടിയിരിക്കുന്ന പാഡ്, അതായത് ക്രിക്കറ്റ് കളിക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുട്ടിൻ്റെ അവിടെയൊക്കെ പരിക്കേൽക്കാതിരിക്കാൻ നല്ല ശക്തിയുള്ള ഒരു ആവരണം ധരിക്കും. അതിനെയാണ് പാഡ്സ് എന്ന് പറയുന്നത്. അവിടേക്ക് വീണു. LBW ലെഗ് ബിഫോർ വിക്കറ്റ് എന്നാണ് അതിന്. അതായത് ഒരു ക്രിക്കറ്റ് കളിയിൽ ആ ബാറ്റ്സ്മാൻ്റെ ശരീരത്തിൽ ആ ബോൾ സ്പർശിക്കുന്നു. അതായത് സ്റ്റമ്പിൽ മുട്ടുന്നതിന് മുൻപ് ആ ബാറ്റ്മാൻ്റെ ശരീരഭാഗങ്ങളിൽ, കാലിൻ്റെ ഭാഗങ്ങളിലൊക്കെ തട്ടുകയാണെങ്കിൽ ആ ബാറ്റ്മാൻ ഔട്ടാവും. അതാണ് LBW. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ക്രിക്കറ്റ് കളി അറിയാവുന്നവരായിരിക്കും. രഞ്ജി വോക്ക്ഡ് ബാക്ക് ഡിജക്റ്റഡ് ടു ദി പവലിയൻ. രഞ്ജി വളരെ വിഷമത്തോടെ, ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ ചാട്, വളരെ തീവ്രമായ വിഷമം, അതാണ് ഡിജക്റ്റഡ്, നിരാശ. നല്ല കടുത്ത നിരാശയോടെ രഞ്ജി തിരിച്ചു മടങ്ങി. ദ അതർ ബാറ്റ്സ്മാൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് ആൻഡ് ദ ടീം ലോസ്റ്റ് ദ മാച്ച്. ഇപ്പോൾ ബാക്കിയുള്ളവരൊന്നും കളിയിൽ അധികം നേരം പിടിച്ചു നിന്നില്ല. അങ്ങനെ അവർക്ക് ആ മത്സരം നഷ്ടമായി. അതിൻ്റെ അർത്ഥം അവരതിനകത്ത് ഫെയിലായി. ഓൺ ഹിസ് വേ ബാക്ക് ഹോം രഞ്ജി പാസ്ഡ് മിസ്റ്റർ കുമാർ സ്പോർട്സ് ഷോപ്പ് നെക്സ്റ്റ് ടു ദി ക്ലോക്ക് ടവർ. കളിയൊക്കെ അവസാനിച്ചതിന് ശേഷം രഞ്ജി വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക്
മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സിൻ്റേതായിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. ക്ലോക്ക് ടവറിനടുത്താണ് അതുള്ളത്. അപ്പോൾ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺസ്. ഹോൺസ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ഹോൺസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന, അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്ന ഒരു കടയാണത്. മിസ്റ്റർ കുമാർ ഹാഡ് ബീൻ എ സ്റ്റേറ്റ് പ്ലെയർ വൺസ്. മിസ്റ്റർ കുമാർ ആരാണ്? ഒരിക്കൽ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. സംസ്ഥാനത്തിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു മിസ്റ്റർ കുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ഏജായി. അദ്ദേഹം ഒരു ഷോപ്പ് നടത്തുന്നു. ആൻഡ് ഹാർഡ് സ്കോർഡ് എ സെഞ്ചുറി ഇൻ എ മാച്ച് അഗൈൻസ്റ്റ് ടാൻസാനിയ. ടാൻസാനിയക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ട്. നൗ ഹി വാസ് ടു ഓൾഡ് ഫോർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ബട്ട് ഹി ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലെയേഴ്സ്. ഇപ്പോൾ വളരെ പ്രായമായതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിക്കാനൊന്നും പറ്റുന്നില്ല വളരെ നന്നായിട്ട്. പക്ഷേ ചെറുപ്പക്കാരെയൊക്കെ അദ്ദേഹം എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. പ്രോത്സാഹിപ്പിക്കും. He thought Ranji would make a good cricketer, as good as India's famous players. അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുന്നു, മിസ്റ്റർ കുമാർ എപ്പോഴും വിശ്വസിക്കുന്നു രഞ്ജിക്ക് നല്ലൊരു ക്രിക്കറ്റർ ആവാൻ പറ്റും. ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു ക്രിക്കറ്ററായി രഞ്ജി മാറുമെന്ന് അദ്ദേഹം വിചാരിക്കാറുണ്ട്. ഹീ ജസ്റ്റ് ലവ് ടു സ്റ്റെയർ മിസ്റ്റർ കുമാർസ് ഗുഡ്സ്. രഞ്ജിക്ക് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇഷ്ടമാണ്. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഗെയ്സ് അപ്പോൾ അല്ലെങ്കിൽ തുറച്ചു നോക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ രഞ്ജിക്ക് ഈ സ്പോർട്സ് ഷോപ്പിൽ കയറി ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി കാണാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ക്രിക്കറ്റ് ബാറ്റ്സ്, ബോൾസ്, ബാഡ്മിൻ്റൺ റാക്കറ്റ്സ്, ഹോക്കി സ്റ്റിക്സ്. ബട്ട് ടുഡേ ഹീ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഗോയിങ് ഇൻ. അവിടെ പല സാധനങ്ങളുണ്ട്. ക്രിക്കറ്റ് ബാറ്റ്സ് ഉണ്ട്, ബോൾസ്, ബാഡ്മിൻ്റൺ റാക്കറ്റ്സ്. പക്ഷെ ഇന്ന് രഞ്ജിക്ക് ഇതിലൊന്നും നോക്കാനായിട്ട് താല്പര്യം തോന്നിയില്ല. കാരണം എന്താണ്? രഞ്ജി ആ മത്സരം പരാജയപ്പെട്ടതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു താല്പര്യം തോന്നിയില്ല. രഞ്ജി, where are you running off to? Mr. Kumar's jovial voice stopped him. He walked slowly into the shop. രഞ്ജി ഇങ്ങനെ വളരെ നിരാശനായിട്ട് പോകുമ്പോൾ മിസ്റ്റർ കുമാർ വളരെ ഹാപ്പി ആയിട്ട് ഉറക്കെ വിളിച്ചു. ജോവിയൽ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, എവിടേക്ക് പോകുന്നു? എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? ഹി വാക്ക്ഡ് സ്ലോലി ഇൻ ടു ദി ഷോപ്പ്. ഇത് കേട്ടതും രഞ്ജി പതുക്കെ കടയിലേക്ക് വന്നു. വാട്ട്സ് റോങ് വിത്ത് യു? യു ലുക്ക് സോ മോൺഫുൾ. എന്തു പറ്റി നിനക്ക്? നീ ആകെ വിഷമിച്ച് കാണുന്നുണ്ടല്ലോ. മോൺഫുൾ എന്ന് പറഞ്ഞാൽ വിഷമിച്ച്, കരഞ്ഞ് അങ്ങനെ കാണുന്നുണ്ടല്ലോ. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം cheerfully as usual. cheerfully, happily. മിസ്റ്റർ കുമാർ എന്നത്തെയും പോലെ വളരെ ഹാപ്പി ആയിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഓ നത്തിങ്, ഐ ജസ്റ്റ് കോഡ് എ ഡക്ക്. Ranji tried to cheer himself up. He went on to tell Mr. Kumar about the match. മിസ്റ്റർ കുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, എന്തു പറഞ്ഞു രഞ്ജി? ഓ നത്തിങ്, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. സ്കോർഡ് എ ഡക്ക് എന്ന് പറഞ്ഞാൽ ബാറ്റ്മാൻ ഈസ് ഡിസ്മിസ്ഡ് വിത്തൗട്ട് സ്കോറിങ് എനി റൺസ്. അതായത് ഒരു ക്രിക്കറ്റ് കളിയിൽ റൺസ് ഒന്നും എടുക്കാതെ ഒരു ബാറ്റ്മാൻ പുറത്തു പോകുന്നതിനെ പറയുന്നതാണ് ഐ സ്കോർഡ് എ ഡക്ക്. Come on, let me show you something. Mr. Kumar led Ranji to the inner room of the shop when he had finished. രഞ്ജി വളരെ ദുഃഖത്തോടെ താൻ റൺസ് ഒന്നും അധികം എടുക്കാതെ പുറത്തുപോയി എന്ന വിഷമിച്ച് മിസ്റ്റർ കുമാറിനോട് പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്നതും മിസ്റ്റർ കുമാർ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ ഒരു കാര്യം കാണിക്കാം. പസിൽഡ്, അമ്പരന്ന്, രഞ്ജി ഫോളോഡ് മിസ്റ്റർ കുമാർ ത്രൂ ദ കട്ടൺ പാർട്ടീഷൻ അറ്റ് ദി ബാക്ക് ഓഫ് ദി ഷോപ്പ്. എന്താണ് കുമാർ കാണിച്ചു തരാൻ പോകുന്നത് എന്ന് അമ്പരന്ന് രഞ്ജി മിസ്റ്റർ കുമാറിനെ ഫോളോ ചെയ്തു. മിസ്റ്റർ കുമാർ പതുക്കെ കടയുടെ ബാക്ക് വശത്തേക്കാണ് പോകുന്നത്. അവിടെ കർട്ടൻ കൊണ്ട് ഇങ്ങനെ ഒരു ഭാഗം തിരിച്ചിട്ടുണ്ട്. ഹി ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ ബാഡ്ലി ലിറ്റ് റൂം stacked to the ceiling with all kinds of old and second hand sporting goods. Ranji found himself in a badly lit room. ബാഡ്ലി ലിറ്റ് റൂം എന്ന് പറഞ്ഞാൽ പ്രകാശം കുറഞ്ഞ ഒരു മുറി. സ്റ്റാക്ഡ് മീൻസ് ഒന്നിന് മുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാക്ഡ് ടു ദി സീലിംഗ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഓൾഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് സ്പോർട്ടിംഗ് ഗുഡ്സ്. Torn football bladders, broken bats,
റാക്കറ്റ്സ് വിത്തൗട്ട് സ്ട്രിങ്സ്, ബ്രോക്കൺ ഡാർട്സ് ആൻഡ് ടാറ്റേർഡ് ബാഡ്മിൻ്റൺ നെറ്റ്സ്. അവിടെ പഴയതായ ക്രിക്കറ്റിൻ്റെ പല പല ഐറ്റംസ്, ക്രിക്കറ്റിൻ്റെ മാത്രമല്ല പല സ്പോർട്സ് ഐറ്റംസും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ വലിയധികം പ്രകാശമില്ല. ആ റൂമിലാണ് രഞ്ജിയെയും കൊണ്ട് മിസ്റ്റർ കുമാർ എത്തിയത്. അവിടെ ഫുട്ബോളൊക്കെ ഇങ്ങനെ പകുതി മുറിഞ്ഞു കിടപ്പുണ്ട്, മുറിഞ്ഞുപോയ ബാറ്റുകളുണ്ട്, അതുപോലെ ബ്രോക്കൺ ഡാർട്സ് ഉണ്ട് കളിക്കുന്ന, അതുപോലെ ടാറ്റേർഡ് ബാഡ്മിൻ്റൺ നെറ്റ്സ്, ഓൾഡ് ആൻഡ് ടോൺ, കീറിപ്പോയ ബാഡ്മിൻ്റൺ നെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. മിസ്റ്റർ കുമാർ began examining a number of old cricket bat. മിസ്റ്റർ കുമാർ പതുക്കെ അവിടെ പരിശോധിക്കാൻ തുടങ്ങി. എക്സാമിനിങ് മീൻസ് പരിശോധിക്കുക. അവിടെ പഴയ ക്രിക്കറ്റ് ബാറ്റുകൾ ഒത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് മിസ്റ്റർ കുമാർ എന്തോ തപ്പുന്നു. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഹീ സെറ്റ് ആൻഡ് പിക്ഡ് അപ്പ് വൺ ഓഫ് ദി ബാറ്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. കുറേ നേരം തപ്പിയതിനു ശേഷം ഒരു ബാറ്റ് എടുത്തുകൊണ്ട് രഞ്ജിയുടെ അടുത്തേക്ക് മിസ്റ്റർ കുമാർ വന്നു. "This is it," he said. "This is the luckiest of all my old bats." അദ്ദേഹം ഒരു ബാറ്റ് എടുത്ത് വളരെ സന്തോഷവാനായി പറഞ്ഞു, "ഇതാണ് എനിക്ക് ഏറ്റവും ഭാഗ്യമുള്ള ബാറ്റ്. This is the bat I made a century with." ഈ ബാറ്റ് വെച്ച് ഞാൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. "Of course, it is an old bat, but it hasn't lost any of its magic." തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ് മീൻസ് തീർച്ചയായിട്ടും ഇതൊരു പഴയ ബാറ്റാണ്, പക്ഷെ ഇതിൻ്റെ ആ മാജിക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സെറ്റ് മിസ്റ്റർ കുമാർ. ഹി ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. അത് രഞ്ജിക്ക് അദ്ദേഹം കൊടുത്തു. ഹിയർ, ടേക്ക് ഇറ്റ്. ഐ വിൽ ലെൻഡ് ഇറ്റ് ടു യു ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്രിക്കറ്റ് സീസൺ. യു വോണ്ട് ഫെയിൽ വിത്ത് ഇറ്റ്. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ആ ബാറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഐ വിൽ ലെൻഡ് ഇറ്റ് ടു യു. ലെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് കടം തരികയാണ് കുറച്ച് നാളത്തേക്ക്. റെസ്റ്റ് ഓഫ് ദി ക്രിക്കറ്റ് സീസൺ. യു വോണ്ട് ഫെയിൽ വിത്ത് ഇറ്റ്. നീ ഇത് കൊണ്ടുപോയിക്കോ, നീ കുറച്ച് നാളിത് കയ്യിൽ വെച്ചോ. ഇതുള്ളപ്പോൾ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് ഈ ക്രിക്കറ്റ് സീസൺ കഴിയുന്നത് വരെ നീ ഇത് വെച്ച് ബാറ്റ് ചെയ്തോ. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നീ നന്നായി സൂക്ഷിച്ചുപയോഗിക്കുക. രഞ്ജി took the bat and gazed at it with awe and delight. രഞ്ജി വളരെ അത്ഭുതത്തോടെ അതിലേക്ക് തുറിച്ചു നോക്കി നിന്നു. ഗേസ്റ്റ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കി, വളരെ സൂക്ഷിച്ചു നോക്കി. വിത്ത് ഓ മീൻസ് അഡ്മിറേഷൻ, ആദരവോടെയും സന്തോഷത്തോടെയും. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. വളരെ ആദരവോടും സന്തോഷത്തോടും കൂടി ആ ബാറ്റിലേക്ക് നോക്കി രഞ്ജി നിന്നു. ദ മാജിക് ബാറ്റ് സീം ടു ചേഞ്ച് രഞ്ജീസ് ലക്ക്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ബാറ്റ് രഞ്ജിയുടെ ഭാഗ്യവും മാറ്റിമറിച്ചു. The next Saturday, he scored 58 runs and led his school to victory against the rival team. Rival means എതിരാളി. റൈവൽ എന്ന് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ. എതിരാളി, ശത്രു, അല്ലെങ്കിൽ ഓപ്പണന്റ്, എതിരെ നിൽക്കുന്നയാൾ. ആ ബാറ്റുമായിട്ട് രഞ്ജി കളിക്കാൻ പോയി. നെക്സ്റ്റ് സാറ്റർഡേയിൽ 58 റൺസാണ് എടുത്തത് രഞ്ജി ആ ബാറ്റും ഉപയോഗിച്ച്. അങ്ങനെ അവരുടെ സ്കൂള് വിജയിച്ചു. ഓൺ ഹിസ് വേ ഹോം, രഞ്ജി സ്റ്റോപ്ഡ് അറ്റ് മിസ്റ്റർ കുമാർസ് ഷോപ്പ് ടു ഗീവ് ഹിം ദ ഗുഡ് ന്യൂസ്. തിരിച്ചു പോകുന്ന വഴി രഞ്ജി മിസ്റ്റർ കുമാറിൻ്റെ അടുത്ത് നിർത്തി ആ സന്തോഷ വിവരം അറിയിച്ചു. 58 റൺസ് കിട്ടി. വി വോൺ, ഹി സെഡ്, ആൻഡ് ഐ മെയ്ഡ് 58. മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. ഇറ്റ് റിയലി ഇസ് എ ലക്കി ബാറ്റ്. ഞാൻ ഈ ബാറ്റ് എടുത്ത് 58 റൺസ് എടുത്തു. അപ്പോൾ ഇത് ശരിക്കും ഒരു ലക്കി ആയിട്ടുള്ള ബാറ്റാണ്. ഐ ടോൾഡ് യു, സെഡ് മിസ്റ്റർ കുമാർ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഗിവിംഗ് രഞ്ജി എ വാം ഹാൻഡ് ഷേക്ക്. ദെയർ വിൽ ബി ബിഗർ സ്കോർസ് എറ്റ്. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഇതിൽ കൂടുതൽ വിജയങ്ങൾ നിനക്കുണ്ടാവും. ബട്ട് ദെൻ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻഡ്. പക്ഷെ അതിനുശേഷം പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. അൺഎക്സ്പെക്റ്റഡ് മീൻസ് പ്രതീക്ഷിക്കാത്തത്. ആഫ്റ്റർ വൺ ഓഫ് ദി നെക്സ്റ്റ് മാച്ചസ്, Ranji had to take one of his teammate Bhim, who was injured during the match. കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിന്നപ്പോൾ രഞ്ജിയുടെ ടീംമേറ്റായ ഭീമിന് പരിക്കേറ്റു. ഇൻജുവേർഡ് എന്ന് പറഞ്ഞാൽ മുറിവേറ്റു. ഡ്യൂറിങ് ദ മാച്ച്, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. ടു ദി ഹോസ്പിറ്റൽ. ഇൻ ഹിസ് ആങ്സൈറ്റി അബൌട്ട് ഭീം, ഹി ലെഫ്റ്റ് ഹിസ് ബാറ്റ് ഓൺ ദി ബസ്. അപ്പോൾ രഞ്ജിയും ഭീമും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഒരു ആങ്സൈറ്റിയിൽ, ആകാംക്ഷയിൽ അല്ലെങ്കിൽ വിഷമതയിൽ, ഭീമിനെ പറ്റിയുള്ള ചിന്തയിൽ
രഞ്ജി ആ ബാറ്റ് ബസ്സിൽ മറന്നുപോയി. മിസ്റ്റർ കുമാർ കൊടുത്ത ലക്കി ആയിട്ടുള്ള ആ ബാറ്റ് ബസ്സിൽ വെച്ച് മറന്നു. ഹി റിമെമ്പേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹി റീച്ച്ഡ് ഹോം. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് രഞ്ജിക്ക് ആ ബാറ്റിനെ പറ്റി ഓർമ്മ വന്നത്. ഹി കുഡിൻറ്റ് റിമെമ്പർ വിച്ച് ബസ് ഹി ഹാഡ് ട്രാവൽഡ് ഇൻ. ഏത് ബസ്സിലാണ് ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റിയില്ല. ദ മാജിക് ബാറ്റ് വാസ് ലോസ്റ്റ്. അങ്ങനെ മിസ്റ്റർ കുമാർ നൽകിയ ആ ബാറ്റ് നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡേ ഹി വാസ് അറ്റ് മിസ്റ്റർ കുമാർസ് ഷോപ്പ് ലുക്കിംഗ് വെരി സോറി ഫോർ ഹിംസെൽഫ്. വാട്ട് ഇസ് മാറ്റർ ആസ്ക്ഡ് മിസ്റ്റർ കുമാർ. അടുത്ത ദിവസം മിസ്റ്റർ കുമാറിന്റെ ഷോപ്പിൽ രഞ്ജി എത്തി. വളരെ വിഷമിച്ചാണ് രഞ്ജിയെ കണ്ടത്. വാട്ട്സ് എ മാറ്റർ, എന്താണ് കാര്യമെന്ന് മിസ്റ്റർ കുമാർ ചോദിച്ചു. ഐ ഹാവ് ലോസ്റ്റ് ദ ബാറ്റ് സെഡ് രഞ്ജി. യുവർ ലക്കി ബാറ്റ്. എനിക്ക് നിങ്ങൾ തന്ന ആ ബാറ്റ് നഷ്ടമായി എന്ന് രഞ്ജി പറഞ്ഞു. ദ വൺ ഐ മെയ്ഡ് ഓൾ ദോസ് റൺസ് വിത്ത്. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദി ബസ് ആൻഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ. ഞാൻ ഒരുപാട് റൺസ് എടുത്ത എൻ്റെ ലക്കി ആയിട്ടുള്ള ആ ബാറ്റ് ആയിരുന്നു എന്ന് രഞ്ജി പറഞ്ഞു. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദി ബസ്. ഞാനത് ബസ്സിൽ വെച്ച് മറന്നുപോയി. അതുപോലെ മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമോറോ ഞങ്ങൾ ഡൽഹി സ്കൂളിൽ കളിക്കുകയാണ്. വിത്തൗട്ട് യുവർ ബാറ്റ് ഐ വിൽ ബി ഔട്ട് ഫോർ എ ഡക്ക്. നിങ്ങളുടെ ആ ബാറ്റ് നഷ്ടമായി, അതുകൊണ്ട് ഞാൻ ഒരു ഡക്കായി മാറും. അതായത് റൺസ് ഒന്നും എടുക്കാതെ പുറത്തു പോകുന്ന ഒരു ബാറ്റ്മാനായിട്ട് ഞാൻ മാറും. ആൻഡ് വി വിൽ ലൂസ് അവർ ചാൻസ് ഓഫ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻസ്. സ്കൂൾ ചാമ്പ്യൻ ആവാനുള്ള ഞങ്ങളുടെ ഒരു ചാൻസും നഷ്ടപ്പെടും. മിസ്റ്റർ കുമാർ ലുക്ക്ഡ് a little anxious at first. Then he smiled and said, "You can still make all the runs you want." മിസ്റ്റർ കുമാർ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ആങ്സൈറ്റിയോട് വളരെ ആങ്ഷ്യസ് ആയിട്ട് തോന്നി. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം പതിവ് പോലെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്. നിനക്കിപ്പോഴും നിനക്ക് ആഗ്രഹമുള്ളത്രയും റൺസ് എടുക്കാം. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ബാറ്റ് എനിമോർ സെഡ് രഞ്ജി. പക്ഷെ എൻ്റെ കയ്യിൽ ബാറ്റ് ഇല്ലല്ലോ എന്ന് രഞ്ജി പറഞ്ഞു. എനി ബാറ്റ് വിൽ ഡു, മിസ്റ്റർ കുമാർ മിസ്റ്റർ കുമാർ റിപ്ലൈ പറഞ്ഞു, നിനക്ക് ഏത് ബാറ്റ് വെച്ചും റൺസ് സ്കോർ ചെയ്യാം. വാട്ട് ഡു യു മീൻ? രഞ്ജിക്ക് വീണ്ടും സംശയം. രഞ്ജി തിരിച്ചു ചോദിച്ചു, എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഐ മീൻ ഇറ്റ്സ് ദ ബാറ്റ്മാൻ ആൻഡ് നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്. ഷാൽ ഐ ടെൽ യു സംതിങ്? അപ്പോൾ മിസ്റ്റർ കുമാർ രഞ്ജിയോട് പറഞ്ഞു, ഞാൻ പറയുന്നത് ബാറ്റല്ല തീരുമാനിക്കുന്നത് എത്ര റൺസ് എടുക്കണമെന്ന്, അല്ലെങ്കിൽ ബാറ്റ് അല്ല ഒരു ലക്കി ഫാക്ടർ. പകരം ബാറ്റ്സ്മാൻ ആണ്, ബാറ്റ് ചെയ്യുന്നയാളാണ് അത് തീരുമാനിക്കേണ്ടത്. That old bat I gave you was no different from any other bat I have used. നിനക്ക് ഞാൻ തന്ന ആ ലക്കി ആയിട്ടുള്ള ബാറ്റ് എൻ്റെ മറ്റു ബാറ്റുകളിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല. എല്ലാ ബാറ്റുകൾ ഉപയോഗിച്ചും ഞാൻ കളിച്ചിട്ടുണ്ട്. True, I made lots of runs with it, but I made runs with other bats too. I never depend on a special bat for my runs. ഞാൻ നിനക്ക് തന്ന ലക്കി ആയിട്ടുള്ള ബാറ്റും മറ്റു ബാറ്റുകളും ഒരുപോലെ ഉപയോഗിച്ചു. ഉറപ്പായും ഞാൻ ആ ബാറ്റ് കൊണ്ട് ധാരാളം റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മറ്റു ബാറ്റുകൾ ഉപയോഗിച്ചും ഞാൻ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഐ നെവർ ഡിപ്പെൻഡഡ് ഓൺ എ സ്പെഷ്യൽ ബാറ്റ് ഫോർ മൈ റൺസ്. ഞാൻ ഒരിക്കലും ഒരു സ്പെഷ്യൽ ബാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ആശ്രയിച്ചിട്ടില്ല ഒരു റൺസിന് വേണ്ടിയിട്ട്. അതായത് ഞാൻ ഇന്ന ബാറ്റ് വെച്ച് കളിച്ചാൽ മാത്രമേ ധാരാളം റൺസ് കിട്ടൂ അല്ലെങ്കിൽ റൺസ് സ്കോർ ചെയ്യാൻ പറ്റൂ എന്നൊരു വിശ്വാസം എനിക്കില്ല. ഞാൻ എല്ലാ ബാറ്റുകളും ഉപയോഗിച്ചും കളിക്കും. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. എപ്പോഴാണോ ഒരു ബാറ്റ്മാന് മാജിക് ഉള്ളത് അപ്പോഴാണ് ആ ബാറ്റും ഒരു ലക്കി ആയിട്ട് മാറുക. വാട്ട് ഡു യു നീഡ് വാസ് കോൺഫിഡൻസ്. വാട്ട് ഡു യു നീഡഡ് വാസ് കോൺഫിഡൻസ്. നിനക്ക് എന്താണ് ആവശ്യം? കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ് ആവശ്യം. നോട്ട് എ ബാറ്റ്, അല്ലാതെ ഒരു ബാറ്റ് അല്ല വേണ്ടേ. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദി ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. അങ്ങനെ നീ ആ ബാറ്റിനെ വിശ്വസിക്കൂ, അങ്ങനെ ഒരു ബാജിക്കുള്ള ബാറ്റ്മാൻ ആയിട്ട് മാറൂ. അപ്പോൾ നിന്റെ റൺസൊക്കെ തിരിച്ചു വരും. നിന്റെ കോൺഫിഡൻസോട് കൂടി കളിക്കുമ്പോൾ നിനക്ക് ധാരാളം റൺസ് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദി ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്.
What is confidence? asked Renchi. It was a new word for him. കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം എന്നുള്ള വാക്ക് രഞ്ജിക്ക് പുതിയായിരുന്നു. രഞ്ജി ചോദിച്ചു, അതെന്താണ്? കോൺഫിഡൻസ്, സെറ്റ് മിസ്റ്റർ കുമാർ സ്ലോവ്ലി. കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുമ്പോഴാണ് കോൺഫിഡൻസ് എന്ന് പറയുക. അതല്ലെങ്കിൽ നീ നിന്നെ അറിയുമ്പോഴാണ് കോൺഫിഡൻസ് എന്ന് പറയുക. അതാണ് മിസ്റ്റർ കുമാർ രഞ്ജിയോട് പറഞ്ഞത്. അതായത് രഞ്ജിയിൽ എപ്പോഴാണോ വിശ്വാസം അർപ്പിക്കുന്നത് അതാണ് കോൺഫിഡൻസ്. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദ ബാറ്റ്. എന്നിട്ടും രഞ്ജിക്ക് സംശയം മാറിയില്ല. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദ ബാറ്റ്. ഞാൻ ബാറ്റ് ഇല്ലാതെയും കൊള്ളാമോ? ഓഫ് കോഴ്സ് യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്. നീ എപ്പോഴും നല്ലതാണ്. യു ആർ ഗുഡ് നൗ. ഇപ്പോഴും നല്ലതാണ്. യു വിൽ ബി ഗുഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ ടു. 2 ദിവസം കഴിഞ്ഞാലും നീ നല്ലതാണ്. റിമെമ്പർ ദാറ്റ്. ഇഫ് യു റിമെമ്പർ ഇറ്റ് യു വിൽ മേക്ക് ദ റൺസ്. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ. നീ അത് സ്വയം വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നീ ഓർക്കുമ്പോൾ നീ ധാരാളം റൺസ് സ്കോർ ചെയ്യും. എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ആത്മവിശ്വാസത്തോടെ ഒന്ന് ശ്രമിക്കാൻ സാധിക്കാത്തത്? ഓൺ സാറ്റർഡേ രഞ്ജി വോക്ക് ടു ദി വിക്കറ്റ് വിത്ത് എ ബാറ്റ് ബൊറോവ്ഡ് ഫ്രം ഭീം. അപ്പം ആ പരിക്കേറ്റ ആ കൂട്ടുകാരനാണ് ഭീം. അപ്പം ആ ഭീമിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബാറ്റും വാങ്ങി, കടം വാങ്ങി രഞ്ജി സാറ്റർഡേ കളിക്കാൻ പോയി. ദ സ്കൂൾ ടീം ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് ഫസ്റ്റ് വിക്കറ്റ് വിത്ത് ഓൺലി 2 റൺസ് ഓൺ ദി ബോർഡ്. ഇവരുടെ സ്കൂൾ ടീമിന് 2 റൺസ് കിട്ടിയപ്പോൾ തന്നെ ഒരു വിക്കറ്റ് പോയി. രഞ്ജി വെന്റ് ഇൻ അറ്റ് ദി സ്റ്റേജ്. ഈ അവസരത്തിലാണ് രഞ്ജി ബാറ്റ്മാനായിട്ട് വരുന്നത്. ദ ഡൽഹി സ്കൂൾസ് ഓപ്പണിംഗ് ബൗളർ വാസ് സെൻഡിങ് ഡൗൺ സം റിയലി ഫാസ്റ്റ് വൺസ്. രഞ്ജി ഫേസ്ഡ് അപ്പ് ടു ഹിം. ഡൽഹി സ്കൂളാണ് ഒപ്പണൻസ്. അവരുടെ ബൗളർ വളരെ സ്പീഡിൽ റൺസ് ബൗൾ ചെയ്തു. രഞ്ജി ഫേസ്ഡ് അപ്പ് ടു ഹിം. രഞ്ജി അയാളെ ഫേസ് ചെയ്തു. ദ ഫസ്റ്റ് ബോൾ വാസ് വെരി ഫാസ്റ്റ്. ആദ്യത്തെ ബോൾ വളരെ വേഗത്തിൽ വന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻ ഓൺ എ ഗുഡ് ലെങ്ത്. പക്ഷെ അതിന് ഒരുപാട് ദൈർഘ്യമുണ്ടായില്ല. ക്വിക്ക് ഓൺ ഹിസ് ഫീറ്റ് രഞ്ജി സ്റ്റെപ്ഡ് ബാക്ക് ആൻഡ് പുൾഡ് ഇറ്റ് ഹാർഡ് ടു ദി ലോങ് ഓൺ ബൗണ്ടറി. The ball soared over the heads of the fielders and landed with a crash in the crate full of cold drink bottles. ആദ്യത്തെ ബോള് വളരെ സ്പീഡിൽ വന്നു. അതിനുശേഷം രഞ്ജി കുറച്ചൊന്ന് പുറകേക്ക് മാറി. അതിനുശേഷം വളരെ ശക്തിയായിട്ട് ബാറ്റ് കൊണ്ട് ആ ബോളിനെ പുള്ള് ചെയ്തു. അത് ബൗണ്ടറിക്ക് അടുത്തേക്ക് പോയി, ബൗണ്ടറി അതിർത്തി. ദ ബോൾ സോഡ്, SOARD, സോഡ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ, സോഡ് റൈസ്, ഉയർന്നു. ഓവർ ദ ഹെഡ്സ് ഓഫ് ദി ഫീൽഡേഴ്സ്, ഫീൽഡേഴ്സിൻ്റെ തലയ്ക്ക് മുകളിലൂടെ രഞ്ജി അടിച്ചുവിട്ട ആ ബോൾ പോയി. അത് എവിടെയാണ് ലാൻഡ് ചെയ്തത്? കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ് വെച്ചിരുന്ന ഒരു ട്രേ ഉണ്ടായിരുന്നു, അതിലേക്ക് ലാൻഡ് ചെയ്തു. അങ്ങനെ ശീതളപാനീയങ്ങൾ നിറഞ്ഞ ആ കുപ്പിയുടെ ആ ഒരു ട്രേ തകർന്നു. സിക്സ്. എവറി ഓൺ സ്റ്റുഡ് അപ്പ് ആൻഡ് ചീർഡ്. അതൊരു 6 ആയിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു. ആൻഡ് ഇറ്റ് വാസ് ദ ഓൺലി ദ ബിഗിനിങ് ഓഫ് രഞ്ജീസ് വണ്ടർഫുൾ ഇന്നിങ്സ്. ഇതായിരുന്നു രഞ്ജിയുടെ വണ്ടർഫുൾ ആയിട്ടുള്ള, അത്ഭുതകരമായ ആ ഒരു ക്രിക്കറ്റ് ജേണിയുടെ തുടക്കം. The match ended in a draw, but Ranji's 75 was the talk of the school. Match ended in a draw. ആ മത്സരം ഒരു സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ രഞ്ജി എത്ര റൺസ് എടുത്തു? 75. അതൊരു ചർച്ചയായിട്ട് മാറി. ഓൺ ഹിസ് വേ ഹോം ഹി ബോട്ട് എ ഡസൻ ലഡൂസ്. തിരിച്ച് കളിയൊക്കെ ജയിച്ച് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുമ്പോൾ രഞ്ജി ഒരു ഡസൻ ലഡു വാങ്ങി. 6 ഫോർ ഹിസ് നെയ്ബർ കോക്കി ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാർ. അതിൽ 6 അദ്ദേഹത്തിൻ്റെ നെയ്ബറായ കോക്കിക്കും 6 മിസ്റ്റർ കുമാറിനുമാണ്.